ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ പേഴ്സണലി ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ഈ പറഞ്ഞ ഏട്ടൻ ഇക്ക അങ്ങനെ ഫാൻ ഫോളോയിങ് അല്ല. ഞാൻ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഏതൊരു പടമാണെങ്കിലും ഞാൻ പറയുന്നത് ക്യാമിയോ വിൽ സ്കോർ മോർ. നമ്മളൊരാളെ ഒരു ലീഡ് ഒരാളെ നമ്മൾ കുറേ നേരമായിട്ട് കണ്ടുവരുമ്പോഴത്തേക്കും അതിലൊരു ക്യാമിയോ വരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു ആരവം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്ന സമയത്താണ് ഇച്ചിരി കൂടെ ഒരു സംഭവം വന്നത്. പിന്നെ എൻജോയ് ചെയ്ത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കോംബോ സീൻസ്, ലാലേട്ടൻ്റെ കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ കുറച്ച് ഐ എം നോട്ട് റിവീലിംഗ് ബട്ട് ചില സീൻസ് ഇറ്റ്സ് വെരി ടച്ചിങ്. ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഫഹദിൻ്റെ സ്വാഗ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹീ സ്വീറ്റ്. സത്യം പറഞ്ഞാൽ ഹി വാസ് റിയലി ഗുഡ്. ഫഹദിൻ്റെ ഷോട്ട്സ് ചില ലാലേട്ടനായാലും ഫഹദായാലും ഈ ക്ലോസപ്പ് ഷോട്ട് കണ്ണിൻ്റെ ഷോട്ടൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സമൂഹത്തിന് നൽകുന്ന നല്ലൊരു മെസ്സേജാണ്. സോഷ്യൽ മീഡിയ ദുരുപയോഗമൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ യൂത്തിന് ഉപകാരപ്പെടുന്നതാണ്. ശരിക്കും ഒരു ക്ലാസ് പോലെയാണ് അത് എടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ നാളെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അത് അതിൻ്റെ ഇതിവൃത്തം അത് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ ശരിക്കും ഒരു ക്ലാസ് കാണുന്ന രീതിയിൽ തന്നെ നമുക്കൊരു സിനിമയിലൂടെ അത് അവതരിപ്പിച്ചാൽ വളരെ ഭംഗിയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർക്കും അത് ആവശ്യമുള്ളതാണ്. ഓരോ വീട്ടിലും അത് ആവശ്യമുള്ളതാണ്. സമൂഹത്തിന് ഉപകാരപ്പെടുന്നൊരു മെസ്സേജ്, നല്ലൊരു മെസ്സേജാണ് ഇത് പാസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ന് നാളെ നമ്മുടെ കേരളോട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്.